ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ GOVT ITI മലമ്പുഴ ഒഫീഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ടർണർ ട്രേഡിൻ്റെ 2ാം വർഷ സിലബസിൻ്റെ ഭാഗമായ പ്രിൻസിപ്പിൾസ് ഓഫ് പൊസിഷൻ കൺട്രോൾ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് TV, സീനിയർ ഇൻസ്ട്രക്ടർ, ടർണർ ട്രേഡ്, ഗവൺമെൻറ് ITI മലമ്പുഴ. CNC മെഷീനുകളുടെ സ്ലൈഡിൻ്റെ അല്ലെങ്കിൽ ടൂളിൻ്റെ നീക്കം സെർവോ മോട്ടോറുകൾ ഉപയോഗിച്ചാണ് സാധിക്കുന്നതെന്ന് നമുക്കറിയുന്നതാണ്. നമ്മളത് തുടക്കത്തിൽ മെഷീനെ കുറിച്ച് വിവരിക്കുന്ന സമയത്ത് പരാമർശിച്ചിട്ടുള്ളതാണ്. സ്ലൈഡിൻ്റെ അല്ലെങ്കിൽ ടൂളിൻ്റെ ഫീഡ് റേറ്റ്, പൊസിഷൻ എന്നിവ നാം നിയന്ത്രിക്കുന്നത് പ്രോഗ്രാം ഉപയോഗിച്ചാണ്, CNC പ്രോഗ്രാം ഉപയോഗിച്ചാണ്. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു ബ്ലോക്ക് നമുക്ക് പരിശോധിക്കാം. N100, G01, X60, F30, സീക്വൻസ് നമ്പർ 100, G01 ലീനിയർ ഇൻ്റർപോളേഷൻ, X60 X ഡയറക്ഷനിൽ 60 mm ദൂരം, F30 ഫീഡ് റേറ്റ് 30 mm/min. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടൂള് 60 mm ദൂരം 2 മിനിറ്റ് കൊണ്ട് നീങ്ങും. 30 mm/min എന്ന് പറയുമ്പോൾ 30 60 ആവാൻ 2 മിനിറ്റ്, 2 മിനിറ്റ് കൊണ്ട് നീങ്ങും. ഈ പറഞ്ഞ മോഷൻ ഒരു CNC മെഷീനിൽ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യം ഫീഡ് മോട്ടോർ ഒരു പ്രത്യേക വേഗതയിൽ 2 മിനിറ്റ് നേരം പ്രവർത്തിക്കണം. അപ്പോൾ ഈ ഫീഡ് മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യമായ ഇലക്ട്രിക്കൽ എനർജി മോട്ടോറിന് നൽകിയിരിക്കണം. അങ്ങനെ കൃത്യമായി മോട്ടറിലേക്ക് സപ്ലൈ നൽകണമെങ്കിൽ അതിനൊരു ഇൻപുട്ട് കറണ്ട് നിയന്ത്രിക്കുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. മോട്ടോർ വർക്ക് ചെയ്യുന്ന വേഗതയും സമയവും നിയന്ത്രിക്കുന്നതിന് അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. റെഗുലേറ്റിംഗ് ദ കറണ്ട് ഇൻപുട്ട് to the feed motor by controller or control computer is done to achieve the position control of CNC machines. അതായത് പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ എന്നാൽ എന്താണ്? ഫീഡ് മോട്ടോറുകളിലേക്കുള്ള കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ നൽകുന്ന പ്രോഗ്രാമാണ് കൺട്രോളറിന് ലഭിക്കുന്ന നിർദ്ദേശം. അത് ലഭിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ കണക്കുകൂട്ടലുകൾ, കാൽക്കുലേഷൻസ് നടത്തി എത്ര പൾസാണ് ഒരു യൂണിറ്റ് ടൈമിൽ പുറപ്പെടുവിക്കേണ്ടതെന്ന് കണ്ടെത്തുന്നു. എല്ലാ കൺട്രോളറിൻ്റെയും ഔട്ട്പുട്ട്, കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ തന്നെയാണല്ലോ, അതിൻ്റെ ഔട്ട്പുട്ട് എന്നത് ഒരു ഇൻ്റർമിറ്റൻ്റായ അഥവാ തുടർച്ചയില്ലാത്തതും സ്ട്രെങ്ത് കുറഞ്ഞതുമായ പൾസുകളുടെ അല്ലെങ്കിൽ സിഗ്നലായിരിക്കും. അതായത് കൺട്രോൾ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലോ സ്ട്രെങ്ത്തും ഇൻ്റർമിറ്റൻറ്റും ആയിട്ടുള്ള പൾസോ സിഗ്നലായിരിക്കും. നമുക്ക് അത്തരത്തിലുള്ള ഒരു പൾസിനെ നേരിട്ട് നൽകുന്നത് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. അടുത്തതായിട്ട് സാധാരണമായിട്ട് കൺട്രോളറിൻ്റെ ഒരു പൾസ് സ്ലൈഡിൽ 0.001 മില്ലിമീറ്റർ 0.001 mm അഥവാ 1000 മൈക്രോൺ മൂവ്മെൻ്റാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, സ്ലൈഡിൻ്റെ ഏറ്റവും ചെറിയ മൂവ്മെൻറ്റ് 1000 മൈക്രോൺ അല്ലെങ്കിൽ 0.001 mm ആണ്. ഇതിനെ ആ മെഷീൻ്റെ ബേസിക് ലെങ്ത് യൂണിറ്റ് അല്ലെങ്കിൽ BLU എന്ന് പറയും. അതായത് നമുക്ക് 1000 മൈക്രോണിൻ്റെ മൂവ്മെൻറ്റുകളായി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ആ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ടൂളിൻ്റെ അല്ലെങ്കിൽ സ്ലൈഡിൻ്റെ മൂവ്മെൻറ്റ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കൺട്രോളർ എത്ര പൾസ് പുറപ്പെടുവിക്കുന്നുവോ അത്രയും BLU ദൂരം സ്ലൈഡ് നീങ്ങുമെന്ന് ചുരുക്കം. നമ്മുടെ ഉദാഹരണത്തിൽ 2 മിനിറ്റിൽ 60 mm ദൂരം സഞ്ചരിക്കണം. അങ്ങനെ വേണമെങ്കിൽ 60 ഗുണം 0.001 സമം 60,000 പൾസ്.
അങ്ങനെയല്ല പറയേണ്ടത്, 60 ഗുണം 1000 മൈക്രോണാണ്, എമ്മിൽ പറയണമല്ലോ. അപ്പോൾ 1000 അത്രയും പൾസ് വേണം. 60,000 പൾസ് 2 മിനിറ്റ് സെക്കൻഡ് കൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, 60 mm മൂവ്മെൻറ്റ് നമുക്ക് ലഭിക്കുള്ളൂ എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് പൾസ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ കമ്പ്യൂട്ടർ കൺട്രോളർ സെൻഡ് ചെയ്യുന്ന പൾസുകളുടെ എണ്ണമാണ് പൾസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പൾസ് ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് പൾസസ് സെൻഡ് ബൈ കൺട്രോളർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അയക്കുന്ന പൾസുകളുടെ എണ്ണം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഫ്രീക്വൻസി എന്നുള്ള വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത സമയത്തിൽ എത്ര ആവർത്തി ഒരേ കാര്യം വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ തന്നിട്ടുള്ള ഉദാഹരണത്തിൽ പൾസ് ഫ്രീക്വൻസി എത്രയാണ് വരിക? 60,000/120 സെക്കൻഡ്. 2 മിനിറ്റ് പറഞ്ഞാൽ 120 സെക്കൻഡ് സമം 500 പൾസാണ്. 500 പൾസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ 500 പെർ സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഫീഡ് റേറ്റ് പൾസ് ഫ്രീക്വൻസിയുമായി നേരനുപാതത്തിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാവാം. അതായത് പൾസ് ഫ്രീക്വൻസി കൂടുമ്പോൾ ഫീഡ് റേറ്റ് കൂടും, അല്ലെങ്കിൽ ഫീഡ് റേറ്റ് കൂട്ടണമെങ്കിൽ പൾസ് ഫ്രീക്വൻസി വർദ്ധിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് വളരെ സ്ട്രെങ്ത് കുറഞ്ഞതും ഇൻ്റർമീഡിയറ്റുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് നേരിട്ട് മോട്ടറിലേക്ക് നൽകാൻ കഴിയില്ല. അതിനാൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫോമിലേക്ക് മാറ്റി ആംപ്ലിഫൈ ചെയ്താണ് മോട്ടറിലേക്ക് നൽകുന്നത്. ഇങ്ങനെ ഫീഡ് മോട്ടോറിന് ഒരു തുടർച്ചയായതും റെഗുലേറ്റ് ചെയ്യപ്പെട്ടതുമായ സപ്ലൈ ലഭിക്കുകയും അങ്ങനെ നമുക്ക് ആവശ്യമായ മൂവ്മെൻറ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ ടൂളിൽ ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് പൊസിഷൻ കൺട്രോൾ കൊണ്ട് നമ്മൾ സാധിച്ചെടുക്കുന്നത്. ഇനി 2 തരത്തിലുള്ള കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും മറ്റൊന്ന് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും. അതെന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ റിയൽ ടൈം മോണിറ്ററിംഗ് ഇല്ല, അഥവാ ഔട്ട്പുട്ട് സമയാസമയങ്ങളിൽ പരിശോധിക്കുന്ന ഒരു സംവിധാനമില്ല. അതുകൊണ്ട് കറക്റ്റീവ് ആക്ഷൻ നടക്കില്ല. ആ കാരണം കൊണ്ട് തന്നെ ഇൻപുട്ട് നൽകുന്നതും ഔട്ട്പുട്ട് കിട്ടുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഒരു ഇൻപുട്ട് നൽകുന്ന സിസ്റ്റത്തിലേക്ക് സിസ്റ്റം ഒരു ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ഇവിടെ ഔട്ട്പുട്ട് സമയാസമയം അളന്ന് ഇൻപുട്ടുമായി താരതമ്യം ചെയ്ത് കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നില്ല. ഒരു വിധത്തിലുള്ള പരിശോധനയില്ല, റിയൽ ടൈമായിട്ട് ഒരു വിധത്തിലുള്ള പരിശോധനയില്ല, ഫീഡ്ബാക്കിനുള്ള സംവിധാനവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യത ആവശ്യമായിട്ടുള്ള CNC മെഷീനിങ് എന്നുള്ള സംവിധാനത്തിൽ ഈ ഓപ്പൺ ലൂപ്പ് സംവിധാനം ചേർന്നതല്ല. CNC മെഷീനുകളിൽ ഓപ്പൺ ലൂപ്പ് സാധാരണമായിട്ട് ഉപയോഗിക്കാറില്ല. അത് അവിടെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു സംവിധാനമല്ല. ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. പുസ്തകത്തിലുള്ള നമ്മുടെ നിമി ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള ചിത്രമാണ്. അതെന്താണ് കൊടുത്തിട്ടുള്ളത്? ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഉദാഹരണമാണ്. ഒരു മെഷീൻ കൺട്രോൾ യൂണിറ്റിൽ നിന്നും ഡ്രൈവിംഗ് മോട്ടോറിലേക്ക് സിഗ്നൽ നൽകുന്നു. അതനുസരിച്ച് മെഷീൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്ന ഭാഗം സ്ലൈഡ് മൂവ് ചെയ്യുന്നു. ഇതാണ് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ലൈഡിൻ്റെ മൂവ്മെൻറ്റ് പൊസിഷൻ സെൻസർ ഉപയോഗിച്ച് അളന്ന് മെഷീൻ കൺട്രോൾ യൂണിറ്റിലേക്ക് നൽകി സമയാസമയങ്ങളിൽ യഥാർത്ഥ മൂവ്മെൻ്റ് ആണോ കിട്ടുന്നത് എന്ന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം ഇല്ല എന്ന് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. അടുത്തതായിട്ട് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. നമുക്ക് ഈ ചിത്രം നോക്കാം. ഇവിടെ ഫീഡ്ബാക്ക് ഡിവൈസ് ഉണ്ട്. അതായത് ഔട്ട്പുട്ടിൽ നിന്നും ഡാറ്റ എടുത്ത് ഇൻപുട്ടിലേക്ക് നൽകുന്നതിനുള്ള സംവിധാനം, അതാണ് ഫീഡ്ബാക്ക് ഡിവൈസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ക്ലോസായി മോണിറ്റർ ചെയ്യപ്പെടുന്നു. ഔട്ട്പുട്ടിന് ഏതെങ്കിലും മാറ്റമുണ്ടായാൽ ഉടനെ തന്നെ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നതിനും ഇൻപുട്ടിലേക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെ ചെറിയ സമയം, മൈക്രോ സെക്കൻഡ്സിലും മില്ലി സെക്കൻഡ്സിലൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് റിയൽ ടൈം എന്ന് തന്നെ പറയാം. അതുവഴി വളരെ കൃത്യമായിട്ടുള്ള മെഷീനിങ് സാധിക്കും, ആക്യുറസി കൂടിയ മെഷീനിങ് സാധിക്കും. ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ബ്ലോക്ക് ഡയഗ്രം നമുക്ക് പരിശോധിക്കാം, കുറച്ചുകൂടി വിശദമായിട്ടുള്ളത്. ഇൻപുട്ടിൽ നിന്നും ഡാറ്റ അല്ലെങ്കിൽ മോട്ടോറിലേക്കുള്ള സിഗ്നലുകൾ ഒരു എറർ ഡിറ്റക്ടർ, അതിനെ കമ്പാരേറ്റർ എന്ന് വിളിക്കാറുണ്ട്.
എറർ ഡിറ്റക്ടർ വഴി ആംപ്ലിഫയറിലേക്കും ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ സെർവോ മോട്ടറിലേക്കും കൊടുക്കുന്നു. സെർവോ മീറ്ററിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. സെർവോ മീറ്ററിൽ നിന്നും എല്ലായ്പ്പോഴും ടൈം ടു ടൈം എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഫീഡ്ബാക്ക് ലൂപ്പ് എവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? എറർ ഡിറ്റക്ടർ അല്ലെങ്കിൽ കമ്പാരേറ്ററിലേക്കാണ് സിഗ്നൽ നൽകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ഔട്ട്പുട്ട് തന്നെയാണോ അല്ലെങ്കിൽ ഇൻപുട്ട് പ്രകാരമുള്ള ഔട്ട്പുട്ടാണോ ലഭിച്ചത് എന്ന് കമ്പയർ ചെയ്യുകയും എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ കറക്റ്റീവ് ആക്ഷൻ അപ്പോൾ തന്നെ എടുക്കപ്പെടും. അതുവഴി നമുക്ക് ഔട്ട്പുട്ട് ഇൻപുട്ടിൽ പറയുന്ന നിർദ്ദേശപ്രകാരമുള്ളതാണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഡയഗ്രം കൂടി, ബ്ലോക്ക് ഡയഗ്രം കൂടി നമുക്ക് പരിചയപ്പെടാം. ഇത് പ്രവർത്തനത്തെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നിലേറെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പഠിക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഡയഗ്രത്തിൽ 2 ഫീഡ്ബാക്ക് സർക്യൂട്ടുകൾ നൽകിയിട്ടുണ്ട്. ഒന്ന് പൊസിഷനും ഒന്ന് സ്പീഡിൻ്റേതും. ഇത് യഥാർത്ഥത്തിൽ മെഷീനുകൾ എങ്ങനെയാണോ ഉള്ളത് അതേ തരത്തിൽ തന്നെയാണ് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നൽകിയിട്ടുള്ളത്. ആദ്യം റഫറൻസ്, അതായത് ഇൻപുട്ട് പോയിൻ്റ്, ഇൻപുട്ട് സിഗ്നൽ വരികയാണ്. അത് ഒരു കമ്പാരേറ്റർ വഴി നേരെ പൊസിഷൻ കൺട്രോളറിലേക്കും മറ്റൊരു കമ്പാരേറ്റർ വഴി സ്പീഡ് കൺട്രോളർ ആൻഡ് ഡ്രൈവിലേക്കും എത്തുന്നു. അവിടെ നിന്നും മോട്ടോറിലേക്ക് നൽകുന്നു. മോട്ടോർ പ്രവർത്തിക്കുകയും ടേബിളിന് മൂവ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും. ഇവിടെ മോട്ടോറിൽ നിന്നും എന്ത് ചെയ്യുന്നു, മോട്ടോറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് സ്പീഡ് സെൻസർ ഉപയോഗിച്ച് സ്പീഡ് സെൻസ് ചെയ്യുകയും നേരെ സ്പീഡ് കൺട്രോൾ ആൻഡ് ഡ്രൈവ് നിയന്ത്രിക്കുന്ന ഭാഗത്തിന് തൊട്ട് മുൻപുള്ള കമ്പാരേറ്ററിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതുവഴി സ്പീഡ് എപ്പോഴും കൃത്യമായി പാലിക്കുന്നു എന്ന്, സ്പീഡ് എപ്പോഴും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഫീഡ് റേറ്റ് പ്രകാരം തന്നെ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ടേബിളിൻ്റെ മൂവ്മെൻറ്റ് ഒരു പൊസിഷൻ സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്തിട്ട് പൊസിഷൻ കൺട്രോളറിന് തൊട്ട് മുമ്പുള്ള കമ്പാരേറ്ററിലേക്ക് നൽകുന്നു. അപ്പോഴോ നമുക്കവിടെ ലഭിക്കുന്നത് എന്താണ്, പൊസിഷൻ കൃത്യമാണോ എന്ന് പരിശോധിക്കപ്പെടുകയും കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയും ചെയ്യും. അതുവഴി നമുക്ക് മോട്ടോറിൻ്റെ സ്പീഡും ടേബിളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പൊസിഷനും രണ്ട് പ്രത്യേക സർക്യൂട്ടുകൾ, ഒന്ന് സ്പീഡ് സെൻസർ ഉപയോഗിച്ചും ഒന്ന് പൊസിഷൻ സെൻസർ ഉപയോഗിച്ചും സെൻസ് ചെയ്ത് 2 കമ്പാരേറ്ററുകൾ ഉപയോഗിച്ച് കറക്റ്റീവ് ആക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിനെ കൃത്യമായ ഫീഡിലും കൃത്യമായ അളവിലുമാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. ഈ സംവിധാനമാണ് നിലവിലുള്ള നമ്മുടെ മെഷീനുകളിലെല്ലാം തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ച ശേഷം അപ്രതീക്ഷിതമായിട്ട് വരുന്നു ചേരുന്നതായിട്ടുള്ള എററുകളെ പരിഹരിച്ചുകൊണ്ടാണ് ടൂൾ മൂവ്മെൻറ്റ് സാധ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിൽ പ്രോഗ്രാമിൽ നൽകിയ നിർദ്ദേശപ്രകാരം തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മുടെ ഉദാഹരണത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഉദാഹരണം എന്തായിരുന്നു, G01X60F30 എന്ന് പറയുന്ന കോഡ് ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഉദാഹരണം. അപ്പോൾ അതിൽ 60,000 പൾസ് 2 മിനിറ്റ് കൊണ്ട് നൽകി 60 mm നീക്കമാണ് വേണ്ടത്. ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആയിരുന്നു വെച്ചാൽ 60,000 പൾസ് 2 മിനിറ്റിൽ നൽകപ്പെടും. പക്ഷേ 60 mm നീങ്ങിയോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ഉറപ്പില്ല. ഇവിടെ ഔട്ട്പുട്ട് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ലൂപ്പിൽ നമുക്ക് 2 മിനിറ്റിൽ 60,000 പൾസ് നൽകിയെന്ന് ഉറപ്പാക്കുക മാത്രമല്ല 60 mm മൂവ്മെൻറ്റ് ലഭിച്ചു എന്നുകൂടി ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതാണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ മെച്ചമെന്ന് പറയുന്നത്. അവസാനമായിട്ട് നമ്മുടെ നിമി പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള ആ ബ്ലോക്ക് ഡയഗ്രം കൂടി പരിചയപ്പെട്ട ശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാവുന്നതാണ്. ഒരു ഇൻപുട്ട് പ്രോഗ്രാം കമ്പ്യൂട്ടർ കൺട്രോളറിലേക്ക് നൽകുന്നു. അവിടെ നിന്നുള്ള കമാൻഡ് കമ്പാരേറ്റർ വഴി മോട്ടോറിലേക്ക് നൽകുന്നു. മോട്ടോറിൽ നിന്നും മൂവ്മെൻറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് സ്ലൈഡ് മൂവ് ചെയ്യുന്നു. മോട്ടോർ കറങ്ങുന്നു, സ്ലൈഡ് മൂവ് ചെയ്യുന്നു. ആ സ്ലൈഡിൻ്റെ മൂവ്മെൻറ്റ് അളക്കുന്നതിനായിക്കൊണ്ട് എൻകോഡർ അല്ലെങ്കിൽ ട്രാവേഴ്സ് മെഷർമെൻറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിനുള്ള സെൻസർ എൻകോഡർ വെച്ചിട്ടുണ്ട്. ആ എൻകോഡർ ഉപയോഗിച്ച് ലഭിക്കുന്ന അളവ് അല്ലെങ്കിൽ സിഗ്നൽ നേരെ കമ്പാരേറ്ററിലേക്ക് നൽകുകയും കമ്പാരേറ്ററിൽ നിന്ന് കറക്റ്റീവ് ആക്ഷൻ എടുത്ത ശേഷം മോട്ടോറിലേക്ക് ഡ്രൈവ് നൽകുകയും ചെയ്യും. ഇത്തരത്തിലാണ് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുന്ന ചിത്രമാണ് നമ്മുടെ നിമി ടെക്സ്റ്റ് പുസ്തകത്തിന് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാകാവുന്നത് എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ഹാസ് എ ഡിവൈസ് കോൾഡ് എൻകോഡർ. എൻകോഡർ എന്ന് പറയുന്ന
പൊസിഷൻ സെൻസ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നതിനാവശ്യമായ ഇൻഫർമേഷൻ ശേഖരിക്കുന്നതിനാണ് എൻകോഡർ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്പീഡ് അളക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ട്, പൊസിഷൻ അളക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ട്. എൻകോഡർ എന്ന് പറഞ്ഞൊരു ചിത്രം നൽകിയിട്ടുള്ളത് പൊസിഷൻ, ട്രാവേഴ്സ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ സ്ലൈഡിൻ്റെ നീക്കം, പൊസിഷൻ അളക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ എന്താണെന്ന് മനസ്സിലാക്കി. അതിനോടൊപ്പം ബേസിക് ലെങ്ത് യൂണിറ്റ്, പൾസ് ഫ്രീക്വൻസി, PPS അല്ലെങ്കിൽ പൾസ് പെർ സെക്കൻഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനെ തുടർന്ന് ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റവും എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളും ഗുണങ്ങളും ഒരു ഉദാഹരണ സഹിതം പഠിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ശ്രീജിത്ത്. താങ്ക് യു.